തോറ്റു എന്ന് പറയാനേ വയ്യ. തോറ്റു എന്ന് പറയാന് അഭിമാനം സമ്മതിക്കുന്നില്ല. അപ്പോ പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് തൽക്കാലം ഞങ്ങള് പ്രൊജക്ട് ഫ്രീഡം അങ്ങ് മാറ്റിവെക്കുകയാണ്. പിന്നെ എപ്പിക് ഫൂറി അവസാനിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോ അമേരിക്ക പറയുന്നത്. അതായത് യു എസ് കപ്പലുകളുടെ അകമ്പടിയോടുകൂടെ, യു എസിന്റെ വാർഷിപ്പുകളുടെ അകമ്പടിയോട് കൂടെ ഹോർമൂസിൽ ഇപ്പൊ പെട്ട് കിടക്കുന്ന 800ഓളം കപ്പലുകളെ ഹോർമൂസ് കടക്കുക അല്ലെങ്കിൽ കടത്തുക എന്നുള്ളതാണ് ഈ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്നത്. മാത്രമല്ല ഇറാൻ ഹോർമൂസിൽ വിന്യസിച്ചിട്ടുള്ള മറൈൻ മൈനുകളും കൂടെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പോ ആ പരിപാടി ഇപ്പൊ ഞങ്ങൾ നിർത്തിവെച്ചു എന്നുള്ളതാണ് അമേരിക്ക ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അതായത് ആൾ ഓഫ് എ സഡൻ അങ്ങ് നിർത്തുകയാണോ ചെയ്തത്? അതായത് ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞത് കൊണ്ടും അതേപോലെ തന്നെ ഈ ഒരു ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒരു ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിർത്തിവെച്ചതാണോ ഈ പരിപാടി? അല്ല. അതൊരു കാരണം ഉണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറയുന്നത് ഫുജൈറ പോർട്ടിലേക്ക് മിസൈൽ ചെന്നു എന്നുള്ളതാണ്. അതായത് ഈ ഹോർമൂസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഹോർമൂസിനെ ബൈപ്പാസ് ചെയ്യാനുള്ള UAE-ന്റെ ഒരു അടുത്ത ഒരു ഘട്ടമാണ് ഫുജൈറ പോർട്ട് എന്ന് പറയുന്നത്. ഹോർമൂസിന്റെ അപ്പുറത്തേക്ക് പൈപ്പ് ലൈനിലൂടെ ഈ പറയുന്ന പോർട്ടിലോട്ട് എന്തെത്തിക്കുന്നു? എണ്ണ എത്തിക്കുന്ന പരിപാടിയാണത്. അപ്പോ ആ ഫുജൈറ ഫോർട്ടില് UAE-ന്റെ ഹൃദയത്തെ ചെന്നിട്ടാണ് അടുത്ത മിസൈലും അതേപോലെ തന്നെ ഡ്രോണും കൊണ്ടുപോയി അടിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാൻ എംബസി സൗത്ത് ആഫ്രിക്കയുടെ ഒരു ട്വീറ്റും കൂടെ ഉണ്ടായിരുന്നു. ആ ട്വീറ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ റീജിയനില് ഇസ്രായേലിനെയും അമേരിക്കനെയും അതേപോലെ തന്നെ ഗസയിലുള്ള കൂട്ടക്കൊലയിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം നമ്മുടെ ഇടയ്ക്കുണ്ട് എന്ന് പറയുന്നത് തന്നെ അപലപനീയമാണ് എന്ന് പറയുന്ന ഇറാൻ എംബസി സൗത്ത് ആഫ്രിക്കയുടെ ഒരു ട്വീറ്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വ്യക്തമാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ UAE-നോടുള്ള ഒരു അപ്രോച്ച് എന്താണെന്നുള്ളത്. മാത്രമല്ല അബ്രഹാം അക്കോർഡിന്റെ ഭാഗമായിട്ട് സൈനിക സഹകരണവും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹകരണം അടക്കമുള്ള രാജ്യമാണ് യഥാർത്ഥത്തിൽ UAE എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട്. അപ്പോ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഇപ്പോ ഇറാന്റെ അറ്റാക്കുകൾ UAE-ക്ക് നേരെ വരുന്നത്. ഇതില് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് തന്നെയാണ് എന്നുള്ളതാണ്. UAE-യുടെ ഡിപ്ലോമസി, UAE തീരുമാനിക്കുന്ന ഡിപ്ലോമസി, അതേപോലെ തന്നെ UAE-യുടെ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇത് UAE തീരുമാനിക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ കുറെ മലയാളികൾ അവിടെ പോയി പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ സ്വത്തും സമ്പത്തും ജോലിയും എല്ലാം അവിടെയുണ്ട്. എത്രയോ മലയാളികൾ അവിടെയുണ്ട്. അപ്പോ അതിനും കൂടിയാണ് ഇരുട്ടടി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ട്വീറ്റുകളും ഇറാന്റെ നിലപാടുകളും എല്ലാം കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ തന്നെ അമേരിക്കൻ ഫ്ലാഗ് ക്യാരി ചെയ്യുന്ന എണ്ണ ടാങ്കറിനെ അമേരിക്ക ഹോർമൂസ് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാന് ഈ പറയുന്ന അമേരിക്കൻ കപ്പലിന് നേരെ മിസൈൽ അയക്കുകയും ഡ്രോൺ ആക്രമണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെ കോമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിന്റെ ബാക്കിയായിട്ട് അമേരിക്ക വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇറാന്റെ 7ഓളം ബോട്ടുകളെയും കൂടെ ഞങ്ങള് നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അമേരിക്ക പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഈ പശ്ചാത്തലങ്ങളെല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ആക്ച്വലി ഈ വാറിനെ എക്സ്കലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാൻ ഇപ്പൊ കൗണ്ടർ അറ്റാക്ക് കൂടുതലായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് ആദ്യം വാർ തുടങ്ങാൻ ഹെസിറ്റേറ്റ് ചെയ്ത് നിന്നിരുന്ന ഇറാന് ഇപ്പൊ ആ ഒരു വിമുഖത ഇല്ല. ഇപ്പൊ വാർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും തുടങ്ങും, ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റും എന്നുള്ള ലെവലിലോട്ട് ഇറാൻ എത്തുന്നു എന്നുള്ളതും കൂടെ ഇവിടെ നമ്മൾ കാണണം. ഇപ്പോ ഈ ട്രംപിന് കോൺഗ്രസിന്റെ അനുമതി വാർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള 60 ദിവസത്തിന് ശേഷമുള്ള അനുമതി ആയിട്ടില്ല. ട്രംപ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഇറാനുമായിട്ട് ഇപ്പൊ കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ അനുമതി ഇല്ല. അതേപോലെ തന്നെ പെട്ടെന്ന് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റോ വിമാനം, ഒരു സ്ട്രാറ്റോ ടാങ്കർ ഖത്തറിന്റെ ആകാശത്ത് നിന്ന് കാണാണ്ടാവണു. അതേപോലെ തന്നെ UAE അടക്കമുള്ള ഇവരുടെ രാജ്യങ്ങളിലുള്ള ബേസുകൾ നശിച്ചു പോകുന്നു. ഈ ബേസുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പോ ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് ഇറാൻ ഈ വാറിനെ എസ്കലേറ്റ് ചെയ്യുന്നത്, ഇറാൻ ഈ വാറിന് തുടങ്ങുന്നത്. ഇറാൻ ഒരു മടിയും കാണിക്കുന്നില്ല മിസൈലുകൾ UAE-ക്ക് നേരെ യൂസ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഫുജൈറ ഫോർട്ടിന് നേരെ ഈ പറയുന്ന മിസൈലുകൾ യൂസ് ചെയ്യുന്നതും. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കൊറിയയുടെ ഒരു ടാങ്കർ നിന്ന് കത്തുന്ന ഒരു വീഡിയോ. അതായത് ഇറാന്റെ അനുമതി ഇല്ലാണ്ട് ഹോർമൂസ് കടക്കാൻ ശ്രമിച്ചിട്ടുള്ള ടാങ്കറിനെയാണ് ഇറാൻ
ബേസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ JD വാൻസിന്റെ ഒരു പ്രസ്താവന കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്. അതായത് എണ്ണ ടാങ്കറുകൾക്ക് നേരെ നിങ്ങൾ അറ്റാക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് തിരിച്ച് അറ്റാക്ക് ചെയ്യും, ഞങ്ങളുടെ അറ്റാക്ക് അതിബ്രൂട്ടൽ ആയിരിക്കും എന്ന് പറയുന്ന JD വാൻസിന്റെ ഒരു പ്രസ്താവന കൂടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ട്രംപ് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല, ഇത് ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇറാനിലെ ഒരു നഗരം തന്നെ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ കൂടെ ട്രംപ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെയൊക്കെ ബേസിക്സ് എന്ന് പറയുന്നത്, ഇത്രയും കാലം ഇങ്ങനെ പമ്മി നിന്നിരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയിട്ടില്ല വാർ എന്ന് പറഞ്ഞിരുന്ന ഇറാൻ ആ ഒരു സ്ട്രാറ്റജി വിടുന്നു. അതായത് ഹോർമോസിന്റെ കൺട്രോൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് അറ്റം വരെ പോവും, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രത്യാഘാതം ഞങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രശ്നം ലോകത്തിന്റെ പ്രശ്നമാക്കി ഞങ്ങൾ മാറ്റും, ആ ഹോർമോസിൽ ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ ഇല്ല എന്ന് പറയുന്ന നിലപാടിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട്. ഇറാൻ അതിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണണ്ടേ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇസ്രായേലിന്റെ ഒരു കപ്പലുകളും ഈ പറയുന്ന പോർട്ട് വഴി ഞങ്ങൾ കടത്തി വിടൂല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അമേരിക്കൻ കപ്പലുകളും, അമേരിക്ക ഈ പറയുന്ന ഞങ്ങൾക്ക് നേരെയുള്ള ഉപരോധം അവസാനിപ്പിക്കാണ്ട് അമേരിക്കൻ കപ്പലുകളും പോയില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളും ഇറാന്റെ പെർമിഷൻ ഇല്ലാതെ ഹോർമോസിലൂടെ കടന്നു പോയില്ല എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള നിലപാട് ഇറാൻ എടുക്കുന്നു എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ കംപ്രൈസ് ചെയ്ത് നോക്കുന്ന സമയത്താണ് അപ്പോഴാണ് ഈ പറയുന്ന ഓപ്പറേഷൻ എന്താ പറയാ ഫ്രീഡം പ്രൊജക്ട് അമേരിക്ക തൽക്കാലം നിർത്തിവെക്കുന്നതായിട്ട് പറയുന്നത്. ഇത് നിർത്തിവെക്കുക അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വാർ എന്ന് പറയുന്ന സാധനം അത് തുടങ്ങുകയും അത് എസ്കലേറ്റ് ആയി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. ഇറാന്റെ ന്യൂക്ലിയർ പവർ, അതേപോലെ തന്നെ ഇറാൻ എൻറിച്ച് ചെയ്തിട്ടുള്ള യുറേനിയം, അതേപോലെ തന്നെ ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി, ഇതിനെ കുറിച്ചൊന്നും എവിടെയും ഒരു ടോക്കില്ല. യഥാർത്ഥത്തിൽ എപ്പിക് ഫ്യൂറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാനിലോട്ട് ഈ പറയുന്ന തോക്കും ബോംബും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമേരിക്ക ചെന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇറാന്റെ ന്യൂക്ലിയർ കപ്പാസിറ്റിനെ ഇല്ലാണ്ടാക്കുക, അവിടെ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരിക, ഇറാന്റെ മിസൈൽ ശേഷിനെ ഇല്ലാണ്ടാക്കുക. അതായത് ഇറാൻ എന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൽ തെല്ലവീവിൽ എത്തുന്ന തരത്തിലുള്ള ഒരു മിസൈലുകളും ഇറാന്റെ കയ്യിൽ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതും കൂടെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആർക്കും അതൊന്നും വേണ്ട. ന്യൂക്ലിയർ എൻറിച്ച്ഡ് സാധനം ഉണ്ടോ എടുത്തോ, മിസൈൽ ഉണ്ടോ എടുത്തോ. ഇപ്പൊ ഇവര് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമൂസിന്റെ മേലെയാണ്. ഹോർമൂസ് തുറക്കണം. ഹോർമൂസ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളും തകരും എന്നുള്ള അവസ്ഥയിലോട്ട് മാറും എന്നുള്ള ഒരു കാര്യമാണ്. സത്യത്തില് ആരാ ശരിക്കും ഹോർമൂസ് അടച്ചേ? ഇറാനാണോ? ഇറാൻ അല്ല ഹോർമൂസ് അടച്ചത്. ഹോർമൂസ് അടച്ചത് ശരിക്കും അമേരിക്കയാണ്. അമേരിക്കയുടെ ഇൻവോൾവ്മെന്റും അമേരിക്കയുടെ ഇൻവേഷനും ആണ് ബേസിക്കലി ഹോർമൂസ് അടയ്ക്കാനും ഓയിലിന്റെ പ്രൈസ് കൂടാനുള്ള കാരണം. അതാണ് ട്രൂത്ത്. അപ്പൊ അത് മറച്ചു വെച്ചിട്ട് അതിലൊന്നും ചെയ്യാൻ പറ്റാണ്ട് കയ്യും കെട്ടി നോക്കി നിന്നിട്ട് ഇപ്പൊ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഉള്ള വിമാനങ്ങളും നഷ്ടപ്പെട്ടു, ഉള്ള ബേസുകളും തന്നെ കൊളായിപ്പോയി. അതേപോലെ തന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നു. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള റിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. മറ്റേ നാറ്റോയിലും അതേപോലെ തന്നെ റിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അമേരിക്കയും ഇസ്രായേലും UAE മാത്രമുള്ളൊരു ടീമായിട്ട് ഇത് മാറി. ആ രീതിയിലേക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും പല തരത്തിലുള്ള ചേഞ്ചസും അമേരിക്കയും അമേരിക്കയുടെ സഖ്യങ്ങളും സഖ്യകക്ഷികളും തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ്. പല തരത്തിലുള്ള റിഫ്റ്റുകളും അസ്വാരസ്യങ്ങളും ഉണ്ടായി എന്നുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പോ അടിമുടി പല സ്ഥലങ്ങളിലും കാലിടറി കാല് കുത്താൻ പറ്റാതെ നിൽക്കുന്ന അമേരിക്കയാണ്. ആ സാഹചര്യത്തിലാണ് ഇറാൻ ആക്ച്വലി ഈ വാറിനെ തുടങ്ങുന്നത് രണ്ടാമതും. നമ്മൾ ഒരു മടിയും കാണിക്കത്തില്ല ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇതിന്റെ ഇടയ്ക്ക് IRGC ഒരു വീഡിയോ കൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് 1969 സംതിങ്ങിൽ നിർമ്മിച്ചിട്ടുള്ള ഈ F5 വിമാനങ്ങളൊന്നും ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതൊന്നും ഇപ്പൊ ഒന്നിനും വാറിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അതായത് ഈ 3 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ വിമാനങ്ങളെ ഏറ്റവും ലോ ആൾട്ടിറ്റ്യൂഡിൽ പറത്തി പരിശീലിക്കുന്ന പൈലറ്റുമാരുടെ വീഡിയോ IRGC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അത് അവരങ്ങനെ പരിശീലിച്ചത്? അവിടെയാണ് അടുത്ത ഒരു ഇത് വരുന്നത്. അതായത് ഈ പറയുന്ന UAEനെയും അതേപോലെ തന്നെ US ബാക്കിയുള്ള പല ബേസുകളെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് F5 വിമാനം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്ന് പോയിട്ടാണ് ഈ പറയുന്ന അറ്റാക്ക് ചെയ്തേക്കുന്നത്. അപ്പോ ഇറാൻ അത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതും കൂടെ നമ്മൾ കാണാൻ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ തോറ്റു എന്ന് പറയാൻ വയ്യ. പകരം ഇപ്പൊ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാകിസ്ഥാന്റെ നിർബന്ധം ഉള്ളതുകൊണ്ട്, പാകിസ്ഥാൻ ഇടപെട്ടത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇത് നിർത്തിവെക്കുന്നു എന്നാ പറയുന്നത്.